ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ഐറ്റൻസ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം, നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണിക്കൽ ജുവലറിയിൽ വളകലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണിക്കൽ ജുവലറി, പുനലൂർ. ഇടിമണിക്കൽ ഫാഷൻ ജുവലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റ, റാന്നി. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. കുന്നിക്കോട്ടെ ഏറ്റവും വലിയ ഡാറ്റ ഷോറൂമായ ചോയ്സിനോടൊപ്പം ഈ വർഷത്തെ പൊന്നോണം ആഘോഷിക്കൂ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണം അല്ലെങ്കിൽ മെഴ്സിഡസ് ബെൻസ് കാർ. രണ്ടാം സമ്മാനം 10 ആൾട്ടോ കാറുകൾ. മൂന്നാം സമ്മാനം 25 ഹോണ്ട ബൈക്കുകൾ. നാലാം സമ്മാനം 500 LED ടിവികൾ. അഞ്ചാം സമ്മാനം 1000 മിക്സികൾ. കൂടാതെ വിൽപ്പനയിലും വിൽപ്പനാനന്തര സേവനത്തിലും വിലക്കുറവിലും ഗുണനിലവാരത്തിലും എന്നും മുൻപന്തിയിൽ. ഈ ഓണത്തിന് ചോയ്സിന്റെ മാത്രം സ്പെഷ്യൽ ഓഫർ. തടിയിൽ നിർമ്മിച്ച സെറ്റി സെറ്റ്, ദിവാൻ കോട്ട്, ഡബിൾ കോട്ട് കട്ടിൽ, ഡബിൾ മെത്ത, ബെഡ്ഷീറ്റ്, സ്റ്റീൽ അലമാര, 3 ജാർ മിക്സി, 2 ബർണർ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ, പ്രഷർ കുക്കർ, ചുബി കുക്കർ, ടൊമാറ്റോ പോട്ട്, അയൺ ബോക്സ് എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന 12 ഐറ്റം ഗൃഹോപകരണങ്ങൾ 50% ഓഫറിൽ വെറും 34,990 രൂപയ്ക്ക്. ചോയ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ, കുന്നിക്കോട്. ഫോൺ 0475-232-3867, 232-4133. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. BJP SNDP കൂട്ടുകെട്ടിനെതിരെ CPM നേതാവ് PK ഗുരുദാസൻ. സംവരണത്തെ എതിർക്കുന്ന BJPയും സംവരണത്തിനായി മുറവിളി കൂട്ടുന്ന SNDPയും ഒന്നിച്ചു പോകില്ലെന്നും ഗുരുദാസൻ.
തൊഴിലാളി സമരത്തിൽ കണ്ണു തുറക്കാതെ മാനേജ്മെന്റ്. RPL എസ്റ്റേറ്റ് കയ്യേറാൻ തോട്ടം തൊഴിലാളികളുടെ തീരുമാനം. ഉത്പാദനം നടത്തി വിളവെടുത്ത് തൊഴിലാളികൾ സ്വന്തമാക്കും. ശമ്പള കുടിശ്ശിക ചോദിച്ച ജീവനക്കാരോട് പ്രതിഷേധിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടിയിട്ട് മാനേജ്മെന്റിന്റെ പ്രതികാര നടപടി. സംഭവം കടക്കൽ SHM കോളേജിൽ. സമരം ശക്തമാക്കുമെന്നും ജീവനക്കാർ. വാർത്തകൾ വിശദമായി. വ്യത്യസ്ത ആശയങ്ങളുള്ള BJPയും SNDPയും ഒരു കാരണവശാലും ഒന്നിച്ചു പോകില്ലെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം PK ഗുരുദാസൻ പുനലൂരിൽ LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുനലൂർ നഗരസഭയിലെ LDF കൺവെൻഷൻ രാജാരോഹിണി ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK ഗുരുദാസൻ. വിവിധ മതങ്ങളുടെ വിവിധ സംസ്കാരങ്ങളുടെ വിവിധ ഭാഷകളുടെ അപ്രകാരമുള്ള ബന്ധുത്വത്തിന്റെ ആ ബന്ധുത്വത്തിൻ്റെതായിട്ടുള്ള നമ്മുടെ രാഷ്ട്രത്തിന്റെ ഐക്യം തകർക്കാൻ തക്ക വിധത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയാണ്. ആ പ്രത്യയശാസ്ത്രമാവട്ടെ ഹൈന്ദവ പ്രത്യയശാസ്ത്രം, ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം എന്നാൽ അത് പഴയ രാജവാഴ്ചയുടെയും തെരഞ്ഞെടുപ്പാളുമായിട്ടുള്ള കാലഘട്ടത്തിലെയും ചാതുർവർണ്ണീയ വ്യവസ്ഥയാണ്. ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര. അത് കഴിഞ്ഞാൽ പിന്നെ രാജ്യത്ത് ഉള്ള ഭൂരിപക്ഷം വരുന്നത് പിന്നോക്ക സമുദായക്കാർ, ദളിത് വിഭാഗം. SNDP BJP ബാന്ധവം കൊണ്ട് BJPക്ക് യാതൊരു ഗുണവും ഉണ്ടാകില്ല. SNDP സംവരണത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ BJP ആകട്ടെ സംവരണം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. വ്യത്യസ്ത ആശയങ്ങളുള്ള SNDPയും BJPയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും നിലനിൽക്കില്ലെന്നും PK ഗുരുദാസൻ ആരോപിച്ചു. K രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ CPM നേതാവ് ടൈറ്റസ് സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ചു. LDF നേതാക്കളായ S ജയമോഹൻ, PS സുബാൽ, ജോർജ് മാത്യു, MA രാജഗോപാൽ, S ബിജു, ജോബോയ് പെരേര, രാധാമണി വിജയൻ, K ധർമ്മരാജൻ, K ഭാസ്കരൻപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു. CPM മുൻ ഏരിയ സെക്രട്ടറിയും കോമളംകുന്ന് വാർഡിലെ CPM സ്ഥാനാർത്ഥിയുമായ MA രാജഗോപാലിന്റെ ചിത്രം ആലേഖനം ചെയ്ത ടീഷർട്ട് ധരിച്ച നൂറുകണക്കിന് പ്രവർത്തകരാണ് ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും പ്രകടനമായി രാജാരോഹിണി ഹാളിലെത്തിയത്. ലൈവ് വാർത്ത പുനലൂർ. പുനലൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജന്മദിനം ആഘോഷിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ M സുരേഷ് കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുനലൂർ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ജനമൈത്രി റിസോഴ്സ് സെന്ററിൽ നടന്ന ജന്മദിന പരിപാടിയോടനുബന്ധിച്ചുള്ള യോഗത്തിൽ കവയത്രി വൃന്ദ അധ്യക്ഷത വഹിച്ചു. ജനമൈത്രി പോലീസ് കമ്മ്യൂണിറ്റി റിലേഷൻസ് ഓഫീസർ ശശിധരൻ സ്വാഗതം പറഞ്ഞു. പുനലൂർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ M സുരേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ ആൾക്കാരുടെയും ഹൃദയങ്ങളിൽ അദ്ദേഹം വളരെ പെട്ടെന്ന് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ മാത്രമല്ല, നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറെ കടമകളും കർത്തവ്യങ്ങളും ഉണ്ട്. അത് നിങ്ങൾ മറക്കരുത്. ആരും ജനിക്കുമ്പോൾ മഹാന്മാരായി ജനിക്കുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. ആരെയും നോക്കുക. നിങ്ങൾ പഠിച്ചു വരുന്ന ശാസ്ത്രജ്ഞന്മാരെല്ലാം ഉണ്ട്, മഹാന്മാരായ പലരുമുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ ആരും മഹാന്മാരായി ജനിക്കുന്നില്ല. പക്ഷെ നമ്മൾ നമ്മുടെ കർമ്മപഥത്തിൽ നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ടാണ് നമ്മൾ മഹാന്മാരായിട്ടും അതുപോലെ തന്നെ കുറ്റവാളികളായിട്ടും ഒക്കെ പോകുന്നത്. ചടങ്ങിൽ കുട്ടികൾ തയ്യാറാക്കിക്കൊണ്ടുവന്ന ആൽബത്തിന്റെ പ്രകാശനവും നിർവഹിച്ചു. പുനലൂർ ഫാത്തിമ സ്കൂളിലെ വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും സന്നിഹിതരായിരുന്ന യോഗത്തിൽ പുനലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ TS ശിവപ്രകാശ് കുട്ടികൾ തയ്യാറാക്കിയ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ഫോട്ടോ പ്രകാശനം നടത്തി. ഫാത്തിമ സ്കൂളിന്റെ പ്രതിനിധി മാരിയത്ത് യൂസഫ് APJ അബ്ദുൽ കലാമിനെ കുറിച്ച് തയ്യാറാക്കിയ ലേഖനം അവതരിപ്പിച്ചു. റിട്ടയർഡ് പ്രൊഫസർ K കൃഷ്ണൻകുട്ടി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ജീവിത ദർശനത്തെപ്പറ്റിയും അദ്ദേഹം സ്വപ്നം കണ്ടതും സാക്ഷാത്കരിച്ചതുമായ ഭാരതത്തെപ്പറ്റിയും അദ്ദേഹം ഇന്ത്യക്കും ലോകത്തിനും നൽകിയ സംഭാവനകളെപ്പറ്റിയും വിദ്യാർത്ഥികൾക്ക് ക്ലാസുകളെടുത്തു. സ്കൂൾ പ്രിൻസിപ്പൽ സാമുവൽ നെല്ലിക്കോട് ആശംസ അർപ്പിക്കുകയും അഖില കേരള ബാലദിന സഖ്യം പുനലൂർ രക്ഷാധികാരി M സാബു കൃതജ്ഞത രേഖപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ പുനലൂർ. കടക്കലിൽ തകർന്ന റോഡിൽ വാഴനട്ട് ഓട്ടോ ടാക്സി ജീവനക്കാരും റോഡിലെ കുഴികൾ അടച്ച് മറ്റൊരു വിഭാഗവും പ്രതിഷേധിച്ചു. ഇരു വിഭാഗത്തിന്റെയും പ്രതിഷേധം ശ്രദ്ധയാകർഷിച്ചു.
ചിതറ ഗ്രാമപഞ്ചായത്തിലാണ് വ്യത്യസ്തമായ രീതിയിൽ പ്രതിഷേധവുമായി രണ്ടു കൂട്ടർ രംഗത്തെത്തിയത്. നിലമേൽ മടത്തറ റോഡിൽ മുള്ളിക്കാട്ടിൽ നിന്നും തിരുവനന്തപുരം ചെങ്കോട്ട ദേശീയപാതയിലേക്ക് കൊല്ലായിൽ ഭാഗത്തേക്ക് എത്തുന്ന റോഡിന്റെ വിവിധ ഭാഗങ്ങൾ തകർന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. റോഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മുള്ളിക്കാട് ജംഗ്ഷനിലെ ഓട്ടോ തൊഴിലാളികൾ റോഡിലെ കുഴികൾ അടയ്ക്കുവാൻ രംഗത്ത് വന്നത്. മെറ്റലും മണ്ണും ഉപയോഗിച്ച് ഇവർ വലിയ കുഴികൾ അടച്ചു. കലുങ്കിലേക്കുള്ള ഓടയിൽ സ്വകാര്യ വ്യക്തി വാഴ നട്ടതാണ് റോഡിന്റെ തകർച്ചയ്ക്ക് കാരണമായത്. നിരവധി വാഹനങ്ങൾ പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ജനംപ്രതി ഇവിടെ മറിഞ്ഞു വീഴുകയും വളരെയധികം അപകട മേഖലയായ ഈ സ്ഥലത്ത് നിരവധി തവണ ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളും മുള്ളിക്കാട് ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ബന്ധപ്പെട്ട അധികാരികളെ ബന്ധപ്പെടുകയും അവർ നാളിതുവരെ യാതൊരുവിധ കാര്യങ്ങളും ചെയ്തിട്ടില്ല. പലതവണ നമ്മൾ നിവേദനങ്ങൾ പഞ്ചായത്ത് മെമ്പർമാരെ കണ്ട് നേരിട്ടും നമ്മൾ ബോധിപ്പിച്ചിട്ടും ഇതുവരെ അവർ ഈ കട്ടർ നികത്താനായിട്ടുള്ള യാതൊരുവിധ നടപടിയും എടുക്കാത്തതും 2 ദിവസം മുമ്പ് ഒരു സ്ത്രീയും കുട്ടിയും ഈ തൊട്ടടുത്ത കട്ടറിൽ മറിഞ്ഞു വീണ് കാലൊടിയുകയും ചെയ്തു. നമ്മൾ അതുകൊണ്ട് മുള്ളിക്കാട്ടിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ സംയുക്തമായി ഇന്ന് രാവിലെ 7 മണി മുതൽ വളരെയധികം ബുദ്ധിമുട്ടി നമ്മൾ ഓട്ടോറിക്ഷയിൽ തന്നെ ചല്ലിയും മെറ്റലും അടിച്ച് ഇവിടെ കട്ട നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തൊട്ടടുത്ത പ്രദേശത്തെ മറ്റൊരു റോഡിൽ വാഴനട്ട് പ്രതിഷേധിക്കുകയായിരുന്നു മറ്റൊരു വിഭാഗം. കിഴക്കുംഭാഗം കല്ലറ റോഡിൽ റോഡ് പൂർണ്ണമായും തകർന്ന ഭാഗത്താണ് ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തന്നെ വാഴ നട്ടത്. പൊതുമരാമത്ത് വകുപ്പിന്റെ ചടയമംഗലം പരിധിയിൽ വരുന്ന പ്രദേശത്തെ എല്ലാ റോഡുകളും പൂർണ്ണമായി തകർന്നു കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുനലൂരിലും പോലീസും ഓട്ടോ ടാക്സി ഡ്രൈവർമാരും ചേർന്ന് ദേശീയപാതയിലെ കുഴികൾ അടച്ചു. കലയനാട് മുതൽ ചെമ്മന്തൂരിന് പടിഞ്ഞാറ് ഭാഗം വരെയുള്ള കുഴികളാണ് ക്വാറി വേസ്റ്റ് ഇട്ട് അടച്ചത്. ദേശീയപാതയിൽ കുഴികൾ രൂപപ്പെട്ട് അപകടങ്ങൾ വർദ്ധിച്ചിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നും പോലീസും ഓട്ടോ ടാക്സി ഡ്രൈവർമാരും ചേർന്ന് ദേശീയപാതയിലെ കുഴികൾ അടച്ചു. കലയനാട് മുതൽ ചെമ്മന്തൂർ പടിഞ്ഞാറ് ഭാഗം വരെയുള്ള കുഴികളാണ് കോറി വേസ്റ്റുകളിട്ട് അടച്ചത്. വാളക്കോട് വലിയ വളവിൽ 6 മാസമായി രൂപപ്പെട്ട വലിയ കുഴികൾ നിരവധി അപകടങ്ങൾ വരുത്തിവച്ചിരുന്നു. ഒരു കാർ സമീപത്തെ കൊക്കയിലേക്ക് മറിയുകയും ചെയ്തിരുന്നു. റോഡുകളിലെ കുഴികളിൽ ചാടി നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. പുനലൂർ ജനമൈത്രി സുരക്ഷാ സമിതിയിലും താലൂക്ക് വികസന സമിതിയിലും റോഡിലെ കുഴികളെപ്പറ്റി ചർച്ച വന്നെങ്കിലും ഫണ്ടില്ല എന്ന കാരണത്താൽ കുഴിയടപ്പ് നടന്നില്ല. ഇതിനെ തുടർന്നാണ് പോലീസ് മുൻകൈയെടുത്ത് ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെ സഹകരണത്തോടെ റോഡിലെ കുഴികൾ അടച്ചത്. തിരുമംഗലം റോഡ് എന്ന് പറയുന്നത് ഏറ്റവും അപകടം പിടിച്ചൊരു മേഖലയാണ്. ഈ മേഖലയിൽ ഞങ്ങൾ സാധാരണക്കാരും കുഞ്ഞുകുട്ടികളും വിദ്യാർത്ഥികളും മറ്റു ഉദ്യോഗസ്ഥരും പലവിധ നമ്മുടെ തമിഴ്നാട്ടിൽ ബന്ധപ്പെട്ടുള്ള ചരക്ക് സാധനങ്ങൾ പോകുന്ന റോഡാണ്. അതുമായിട്ട് നിരന്തര പ്രശ്നങ്ങളും PWD എന്ന് പറയുന്ന ആ ഗവൺമെന്റ് സ്ഥാപനം 3 പ്രാവശ്യം ഞങ്ങൾ നിവേദനം കൊടുക്കുകയും ഇതിനൊന്നും യാതൊരുവിധ നടപടിക്രമങ്ങൾ അവർ സ്വീകരിക്കുകയോ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയോ അവർ അന്വേഷിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. എങ്കിൽ തന്നെ ഞങ്ങളുടെ ശ്രമഫലമായിട്ട് പോലീസ് അധികാരികളുടെ ശ്രമഫലമായിട്ട് ആണ് ഈ കുഴി നികത്തുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമഫലമായിട്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. RPL ആയിരനല്ലൂർ എസ്റ്റേറ്റിൽ തോട്ടം കയ്യേറി ടാപ്പിംഗ് നടത്തി റബ്ബർ ഷീറ്റ് ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്താൻ തോട്ടം തൊഴിലാളികൾ തീരുമാനിച്ചു. സമരപരിഹാരമില്ലാതെ നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനവുമായി തൊഴിലാളികൾ രംഗത്ത് വന്നത്. RPL ആയിരനല്ലൂർ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ 17 ദിവസമായി നടത്തിവരുന്ന സമരത്തിന് അനുഭാവപൂർവമായ നിലപാടുകൾ സർക്കാർ കൈക്കൊള്ളാത്ത സാഹചര്യത്തിലും മാനേജ്മെന്റിന്റെ നിലപാടിനും പ്രതിഷേധിച്ച് തൊഴിലാളികൾ സമരമുഖത്തായതിനാൽ വീടുകളിൽ പട്ടിണി ബാധിച്ചു തുടങ്ങിയതിനാലും തൊഴിലാളികൾ തോട്ടം കയ്യേറി ടാപ്പിംഗ് നടത്തി റബ്ബർ ഷീറ്റ് ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുവാൻ തീരുമാനിച്ചു. സമരം തുടരുകയാണെങ്കിൽ വരും ദീപാവലിയും വൃശ്ചിക മാസവും വളരെ ദുരിതപൂർണ്ണമാകും. ഇപ്പോൾ സമരക്കാരുടെയും നാട്ടുകാരുടെയും സഹായത്തിൽ നടത്തുന്ന ലഘുഭക്ഷണം കഴിച്ചാണ് ദിവസം തള്ളി നീക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുടങ്ങിയ സാഹചര്യത്തിൽ തോട്ടം കയ്യേറുക ല്ലാതെ മറ്റു മാർഗമില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. ഇവിടെ ഞങ്ങൾ 17 நாளா பட்டினியாக்கும். நாங்கள் இங்கே வர்றோம், கஞ்சி குடிக்கிறோம், சமரம் செய்கிறோம். ஆனால் 17 நாளாக எங்கள் குழந்தைங்க ஸ்கூலுக்கு போகிறதுக்கோ நல்லா உதவி செய்கிறதுக்கோ ஒன்றும் இல்லை. எங்களை பொறுத்தவரையில் இந்த மாதம்ங்கிறது வலிய புண்ணியமான மாதமாக்கும். இந்த சமரம் தொடர்ந்து போனால் வருகிற தீபாவளி எங்களுக்கு வருது. தொடர்ந்து நாங்கள் எல்லாருமே சபரிமலை ஹிந்து இது வச்சோம், சபரிமலைக்கு மாலை போட்டு போகிறோம். எங்களுக்கு பயங்கர புத்திமுட்டாக்கும் இந்த 17 நாளும். ஒரு நாளும் எங்களுக்கு ஒவ்வொரு நாளும் ஒவ்வொரு மணிக்கூறும் பயங்கர கஷ்டமாக இருக்குது. நைட்டெல்லாம் தூங்க மாட்டோம், கவலையோடு தான் இருக்கும். இப்பயும் இந்த நாட்டுக்காரங்களும் இங்கே உள்ள தொழிலாளிகள் எல்லாம் பிரித்த அந்த காசு வச்சாக்கும் இங்கிட்டு பொழப்பு போகுது. இந்த நிலை தொடர்ந்தால் எங்களுக்கு ஒன்றில் ஆத்மஹத்தியை செய்ய வேண்டி வரும். இல்லைனால் தோட்டம் கையேறி டாப்பிங் செஞ்சு ஒட்டுப்பால் ஆக்கி பகுதி விலைக்கு கிடைக்கிற விலைக்கு விற்று எங்கள் குழந்தைகளை பொழைக்க வைக்கின்ற சூழ்நிலை வருதுங்கிறதாக்கும் எங்களுக்கு இந்த சமமாக சொல்லுது. இந்த கவர்மெண்ட்டும் பந்தப்பட்ட PLC இதுவும் உடனடியாக இதுக்கு ஒரு தீர்மானம் கண்டெடுத்தாட்டி நாளை முதல் யூனியன்கள் தீர்மானித்த பிற்பாடு அடிப்படை நிராகாரமும் பட்டினி சமரவும் தோட்டம் கையில் எங்கள் கையிலே கத்தி, எங்கள் கையிலே தோட்டம், எங்கள் கையிலே வாளி
മുദ്രാവാക്യവുമായി എല്ലാ തൊഴിലാളിയും തോട്ടത്തിൽ ഇറങ്ങി ടാപ്പിംഗ് செய்வோம். அந்த பால் எடுத்து நாங்கள் ஒட்டுக்கரையாக்கி விற்போம் என்கிறது ഐക്യ സമരസമിതിയും സാർവാകും இந்த 1000 സ്റ്റേറ്റ് തൊഴിലാളി സാർവാകും നാം തെളിയിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ പ്ലാന്റേഷനാണ് RPL. സിലോണിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിനാണ് കേരള സർക്കാരുടെ സംയുക്ത സംരംഭമായി RPL തുടക്കം കുറിച്ചത്. ഫലത്തിൽ തോട്ടം തൊഴിലാളികളുടേതാണ് ഈ എസ്റ്റേറ്റ്. 9 മാസക്കാലമായി ഗവൺമെന്റ് ശമ്പളം കൂട്ടി നൽകുന്നില്ല. കൂടാതെ സമരം നടത്തുന്നവരോട് പ്രതികാര നടപടികളും സ്വീകരിക്കുകയാണ്. തോട്ടം കൈയേറുന്ന തൊഴിലാളികളുടെ തീരുമാനം ന്യായമാണെന്നും അതിന് ട്രേഡ് യൂണിയനുകൾ പിന്തുണ നൽകുന്നതായും പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ നേതാവ് എസ് ജയമോഹൻ പറഞ്ഞു. ശമ്പളം പരിഷ്കരിക്കുന്നത് മാത്രമല്ല, സമരം ചെയ്ത തൊഴിലാളികളോട് അനീതി കാണിക്കുന്നു. മുമ്പ് കഴിഞ്ഞ ഗവൺമെന്റ് ഇരിക്കുമ്പോൾ 10 കിലോ അരി എല്ലാ തൊഴിലാളികൾക്കും ജീവിത പ്രയാസങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ട് നൽകുമായിരുന്നു. അത് തന്നെ വെട്ടിക്കുറച്ചു. ലയങ്ങളെല്ലാം വളരെ മോശമായ നിലയിൽ കിടക്കുന്നു. ഇത് പരിഹരിക്കാൻ കഴിയാത്ത നിലയിലായതുകൊണ്ട് കുട്ടികൾക്ക് പള്ളിക്കൂടത്തിൽ പോകാൻ കഴിയുന്നില്ല. വീട്ടിൽ പാവപ്പെട്ട ആളുകൾ പട്ടിണി തന്നെ കിടക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം ലയങ്ങളിലെല്ലാം സന്ദർശിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ സമരഷെഡിൽ വരുന്നവർക്ക് കഞ്ഞിയും മറ്റുമെല്ലാം കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വീട്ടിലുള്ളവർ വളരെ ദുരിതത്തിലും പട്ടിണിയിലുമാണ് കഴിയുന്നത്. ആ പട്ടിണിക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഇനി ജോലി ചെയ്ത് ആദായം എടുത്ത് കുടുംബം പുലർത്തിയില്ലെങ്കിൽ ഈ തോട്ടത്തിനകത്ത് പട്ടിണി മരണം വ്യാപകമാവും എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജീവൻ നിലനിർത്താൻ വേണ്ടി തൊഴിലാളികൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ അടുത്ത ദിവസം മുതൽ തന്നെ ടാപ്പിംഗ് ആരംഭിക്കുന്നു. അവർ തന്നെ പാലെടുക്കുന്നു, അവർ തന്നെ ഷീറ്റ് ആക്കുന്നു, അവർ തന്നെ വെയിലത്തിട്ട് ഉണക്കി വിറ്റ് ജീവിച്ചു കൊള്ളാൻ യൂണിയനുകൾ തൊഴിലാളികളോട് ഇന്ന് പറഞ്ഞിരിക്കും. ഇന്നത്തെ ചർച്ച കൂടി ഞങ്ങൾ നോക്കും. കേട്ടില്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മുതലാണ്. ഹെഡ് ഓഫീസിൽ ഇപ്പോൾ MD മറ്റുമെല്ലാം വരുന്നു പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് തീർന്നില്ലെങ്കിൽ ഹെഡ് ഓഫീസ് വളയുകയും ആ ഹെഡ് ഓഫീസിന്റെ നിയന്ത്രണം കൂടി തൊഴിലാളികൾ പിടിച്ചടയ്ക്കുകയും അവിടെ നിരാകാരം ആരംഭിക്കുകയും ചെയ്യുന്ന നിലയിലേക്കും ഇത് വ്യാപിപ്പിക്കും. തൊഴിലാളികൾ ജോലി ചെയ്യും, ആദായം എടുക്കും, അവർ തന്നെ വീട്ടിൽ കൊണ്ടുപോകും. ശക്തമായ നിലയിൽ ബഹുജനങ്ങളും തൊഴിലാളികളും പണിമുടക്കിന്റെ പിന്നിൽ അടിയുറച്ച് നിൽക്കുക തന്നെ ചെയ്യും. ഇന്ന് സമരത്തിന്റെ മറ്റൊരു ഘട്ടത്തിലേക്കാണ് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി and good. ASL Traders, അലിമുക്ക്, പുനലൂർ. Contact 98465 04688 70250 നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ പുത്തൻ സാങ്കേതിക വിദ്യകളുമായി അലിമുക്കിൽ ASL Traders വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, ഡോർ ഹിഞ്ചസ്, നെയിൽസ്, സ്ക്രൂസ്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, അലിമുക്ക്, പുനലൂർ. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ് പത്തനാപുരം, ബ്രാഞ്ചസ് കുറ്റൂർ, തിരുവല്ല, തെക്കേമല, കോഴഞ്ചേരി, മണ്ണന്തല, തിരുവനന്തപുരം. പോൾ ആൻഡ് കമ്പനി. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. വശ്യചാരുതയുടെ പുതിയ ആകർഷണവുമായി സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. We offer a new lifestyle.
സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. ഫോൺ 0475 2220 357 9745 201088. Zodiac Silks, the signature collections of your hometown. ഏവർക്കും സോഡിയാക് സിൽക്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്മാനങ്ങൾക്ക് അതിർവരമ്പുകളില്ലാതെ സോഡിയാക് സിൽക്സ്, പത്തനാപുരം. ഓരോ 1000 രൂപയുടെ പർച്ചേസിംഗിനും സമ്മാനം ഉറപ്പ്. നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് ഒന്നാം സമ്മാനം യുവർ ഡ്രീം കാർ ഓൾട്ടോ 800. രണ്ടാം സമ്മാനം 3 പേർക്ക് LED ടിവികൾ. മൂന്നാം സമ്മാനം 10 പേർക്ക് സ്മാർട്ട് ഫോൺ. നാലാം സമ്മാനം ഒരാൾക്ക് മൈക്രോ ഓവൻ. അഞ്ചാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ. ആറാം സമ്മാനം പ്രഷർ കുക്കർ. സോഡിയാക് സിൽക്സ്, പത്തനാപുരം. വസ്ത്രധാരണത്തിൽ നിങ്ങളുടെ മികച്ച കൂട്ടാളി സോഡിയാക് സിൽക്സ്. സ്വപ്നങ്ങൾ നെയ്യുമ്പോൾ അവളിൽ സൗന്ദര്യം നിറയും. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ അവൾ കാത്തിരിക്കും. ആ കാത്തിരിപ്പ് അവളുടെ മംഗല്യ മുഹൂർത്തത്തിലാവുമ്പോൾ അതിന് എന്തെന്നുമില്ലാത്തൊരു ശോഭ നൽകും. ആ ശോഭയിൽ അവൾ തിളങ്ങും ഒരു രാജകുമാരിയെ പോലെ. ഷൈനിങ് ഗോൾഡ് 916 ഹാൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. കേരള ഫാഷൻ ജ്വല്ലറി, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, മെയിൻ റോഡ്, പത്തനാപുരം. ഫോൺ 0475 235545. ഓദർ ആൻഡ് ഫിനിഷർ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. ജാതിമത സഭ വ്യത്യാസമന്യേ ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. ഫോൺ 9605061422 9744674066. ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട് കടക്കൽ SHM എഞ്ചിനീയറിംഗ് കോളേജിൽ ജീവനക്കാർ സമരത്തിൽ. സമരത്തെ തുടർന്ന് മാനേജ്മെന്റ് കോളേജ് അടച്ചിട്ടു. കഴിഞ്ഞ 2 മാസമായി ലഭിക്കാനുള്ള ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ജീവനക്കാർ മാനേജ്മെന്റിനെ സമീപിച്ചിരുന്നു. ഇതാണ് മാനേജ്മെന്റ് കോളേജ് പൂട്ടിയിടുവാൻ കാരണമായി പറയപ്പെടുന്നത്. വ്യാഴാഴ്ച രാവിലെ കോളേജിലെത്തിയ ജീവനക്കാർക്ക് കോളേജിനുള്ളിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ജീവനക്കാർ ഗേറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി കുത്തിയിരുന്നു. കഴിഞ്ഞ 5 വർഷമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുകയോ മറ്റ് ആനുകൂല്യങ്ങൾ നൽകുകയോ ചെയ്തിട്ടില്ലെന്ന് ജീവനക്കാർ പറയുന്നു. സ്റ്റാഫുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ ഉപയോഗിച്ച് സ്ഥാപനം പടുത്തുയർത്തുകയും എന്നാൽ വളരെ മെച്ചപ്പെട്ട ശമ്പളം നൽകുന്നതിനോ ആനുകൂല്യങ്ങൾ നൽകി സ്റ്റാഫിനെ സംരക്ഷിക്കുന്നതിനോ മാനേജ്മെന്റ് ഈ കാലയളവിൽ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. എന്നാൽ ഈ വർഷം പിന്നെ KTU പറഞ്ഞതിനപ്പുറം 65% മുകളിൽ അഡ്മിഷൻ ഈ കോളേജിൽ നേടിയിട്ടും കഴിഞ്ഞ മാസങ്ങളിൽ സ്റ്റാഫിന് നൽകേണ്ടുന്ന ശമ്പള ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മാനേജ്മെന്റ് ഏകപക്ഷീയമായി ഇന്ന് സ്ഥാപനത്തിലെത്തിയ തൊഴിലാളികളെ റോഡിൽ നിർത്തുന്ന തരത്തിലേക്ക് സ്ഥാപനം പൂട്ടുകയും മാനേജ്മെന്റ് സ്ഥലമിടുകയും ചെയ്ത സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സ്റ്റാഫുകൾക്ക് മെച്ചപ്പെട്ട വേതനം നൽകുന്നതിനോ കഴിഞ്ഞ 5 വർഷമായി എന്തെങ്കിലും തരത്തിലുള്ള ശമ്പള വർധനവോ ആനുകൂല്യങ്ങളോ നൽകുന്നതിന് ഈ മാനേജ്മെന്റ് വളരെ നിരാശാജനകമായ സംഭവമാണ്. പ്രിൻസിപ്പളിന്റെയും മറ്റ് ഹയർ അതോറിറ്റിയുടെയും ഉപദേശപ്രകാരമാണ് സ്റ്റാഫുകളെ ഒറ്റപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നത്. PF പോലെയും ESI പോലെയുമുള്ള ആനുകൂല്യങ്ങൾ പൈസ അടയ്ക്കാത്തതിന്റെ പേരിൽ അവിടെ നിന്നുള്ള ആനുകൂല്യങ്ങൾ സ്റ്റാഫിന് കിട്ടുന്ന അവസ്ഥ പോലും ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മികച്ച രീതിയിൽ കോളേജ് പ്രവർത്തിപ്പിച്ച ജീവനക്കാരോടുള്ള മാനേജ്മെന്റിന്റെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ജീവനക്കാരുടെ തീരുമാനം. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ നടപടി ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരവുമായി മുന്നോട്ടു പോകാനും ഇവർ തീരുമാനിച്ചിട്ടുണ്ട്. ലൈവ് വാർത്ത, കടക്കൽ. പോരാട്ടക്കളമായി തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഇനി ലൈവ് വാർത്തയിൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തെന്മല ഗ്രാമപഞ്ചായത്തിലെ തേക്കിൻകുപ്പ് വാർഡിലെ LDF സ്ഥാനാർത്ഥി A. ജോസഫിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നാവശ്യപ്പെട്ട് RSP നേതാവ് M. നാസർ ഖാൻ റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകി. എന്നാൽ പരാതി അടിസ്ഥാനരഹിതമാണെന്നും പരാജയ ഭീതിയാണ് RSPക്കെന്നും ജോസഫ് പറഞ്ഞു. തെന്മല പഞ്ചായത്തിൽ 10ാം വാർഡായ തേക്കിൻകൂപ്പിൽ LDF സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശ പത്രികയ്ക്കെതിരെ പരാതിയുമായി UDF രംഗത്ത്. തേക്കിൻകൂപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന A. ജോസഫിന്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനയിൽ തള്ളണമെന്നാവശ്യപ്പെട്ട് RSP നേതാവ് M. നാസർ ഖാനാണ് രംഗത്തെത്തിയത്. ഇത് സംബന്ധിച്ച് റിട്ടേണിംഗ് ഓഫീസർക്ക് അദ്ദേഹം പരാതിയും നൽകി. LDF സ്ഥാനാർത്ഥി A. ജോസഫ് ഗവൺമെന്റ് കോൺട്രാക്ടറാണെന്നും വർക്ക് എഗ്രിമെന്റ് നിലനിൽക്കുന്നുവെന്നും ഇതുമൂലം നാമനിർദ്ദേശ പത്രിക തള്ളണമെന്നും M. നാസർ ഖാൻ പറഞ്ഞു. PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയ വിവരാവകാശത്തിലാണ് ജോസഫ്
ജോസഫിന് കരാർ നിലനിൽക്കുന്ന വിവരം ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതുകൂടാതെ സൂക്ഷ്മ പരിശോധന നടത്തിയ വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് തന്നെ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ PWD അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയെന്നും അദ്ദേഹം അത് ഗൌരവമായി എടുക്കാൻ തയ്യാറായില്ലെന്നും നാസർ ഖാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പരാതിയും വിവരാവകാശത്തിന്റെ പകർപ്പും ഇലക്ഷൻ കമ്മീഷണർക്ക് അയച്ചതായും വേണ്ടിവന്നാൽ ഇലക്ഷന് ശേഷവും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം അറിയിച്ചു. ജോസഫ് എന്ന് പറയുന്ന കോൺട്രാക്ടർ ഇന്ന് നോമിനേഷൻ കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ വർക്കുമായി ബന്ധപ്പെട്ട് ഒത്തിരി എഗ്രിമെൻറ്റുകളും ഗവൺമെൻറ്റുമായി ചില കണ്ടീഷൻസൊക്കെ നിലവിലുണ്ട്. ഇപ്പോൾ കൊല്ലം റോഡ്സ് ഡിവിഷനിലെ ഇദ്ദേഹത്തിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വിവരാവകാശ നിയമം അനുസരിച്ച് ഇദ്ദേഹത്തിന് വല്ല എഗ്രിമെൻ്റ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എഴുതി ഒപ്പിട്ട് തന്ന ഒരു പേപ്പർ അതിനകത്ത് ഇദ്ദേഹത്തിന് നിലവിൽ എഗ്രിമെൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തിന് വർക്കുമായി ബന്ധപ്പെട്ട് എഗ്രിമെൻ്റ് നിലനിൽക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ നിയമം അനുസരിച്ച് ഗവൺമെൻറ്റുമായോ വേറെ ഏതെങ്കിലും ഗവൺമെൻറ്റുമായി ബന്ധമുള്ള അണ്ടർടേക്കിങ്ങിലുള്ള സ്ഥാപനങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഏർപ്പാടുകളോ എഗ്രിമെൻറ്റോ നിലവിലുണ്ടെങ്കിൽ നോമിനേഷനിൽ അംഗീകരിക്കപ്പെടാൻ കഴിയാതെ അസാധുവാണ്, തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ കഴിയില്ല. എന്നാൽ പുനലൂര് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൂടിയായ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ വളരെ ഏകപക്ഷീയമായി ഇത് മുഖവിലക്കെടുക്കാതെയും ഞങ്ങളത് ആർഗ്യുമെൻ്റ് നടത്തിയതിന് ശേഷം പോലും മുഖവിലക്കെടുക്കാതെ അദ്ദേഹത്തിൻ്റെ ഏത് ബന്ധമാണെന്ന് എനിക്കറിയില്ല, ഒരു PWD കോൺട്രാക്റ്റായ അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ ആറുമായി വന്നെങ്കിലും അത്തരത്തിലുള്ള ഒരു അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തയ്യാറായെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും അദ്ദേഹം ഏകകണ്ഠമായി അത് അംഗീകരിച്ച് അത് നോമിനേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ മുകളിൽ വേറെ ഇലക്ഷൻ കമ്മീഷനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് ഈ വിവരങ്ങൾ കാണിച്ചും ഇതിൻ്റെ കോപ്പി അടക്കം നമ്മൾ ഇമെയിൽ ചെയ്തിട്ടുണ്ട്. അതിന് നിയമ നടപടി തുടരുന്നു. ഒരു പക്ഷേ ഏതെങ്കിലും കാരണവശാൽ ഇദ്ദേഹം അവിടെ നിന്ന് ജയിച്ചാൽ പോലും പഞ്ചായത്ത് മെമ്പറായി തുടരാൻ പറ്റില്ല. അത് ജനങ്ങളോട് കാണിക്കുന്ന വഞ്ചനയായ ഒരു സമീപനമായിരിക്കും. തനിക്ക് മത്സരിക്കാൻ അധികാരമുണ്ടെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി അവരുടെ വോട്ടുകൾ തട്ടാനായി നടത്തുന്ന ഈ വഞ്ചനയിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കണം എന്നാണ് ഇപ്പോഴും എൻ്റെ അഭിപ്രായം. എന്നാൽ വർക്ക് എഗ്രിമെന്റിന്റെ കാലാവധി 5/3/2015 പൂർത്തിയായതായും കാലാവധി പൂർത്തിയായ തീയതിയിൽ നിന്നും 6 മാസക്കാലം മെയിന്റനൻസ് കാലാവധിയും പൂർത്തിയായതായും പരാതി അടിസ്ഥാനരഹിതമാണെന്നും A. ജോസഫ് പ്രതികരിച്ചു. കഴിഞ്ഞ വർഷം എഗ്രിമെന്റ് വെച്ച് പണി പൂർത്തീകരിക്കപ്പെട്ട വർക്കാണ്. അതുമായി ബന്ധപ്പെട്ട് ആ വർക്ക് ചെയ്ത് പൂർത്തീകരിക്കപ്പെട്ടുവെന്നും അതിന് നിലവിൽ ലയബിലിറ്റി ഇല്ല, ഒരു ബാധ്യത ഇതുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ള കത്ത് ഞാൻ ഇലക്ഷൻ കമ്മീഷന് റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകിയുണ്ട്. ഇപ്പോഴും അതിനെതിരെ UDFന്റെ നേതാക്കന്മാർ തെറ്റായ പ്രചരണങ്ങൾ വാർഡിലും പഞ്ചായത്തിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വർക്ക് എഗ്രിമെന്റ് പൂർത്തിയായ രേഖകൾ റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകിയതായും ഒപ്പം തന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതായും A. ജോസഫ് പറഞ്ഞു. ഇതുകൂടാതെ പരാജയഭീതിയിലാണ് RSP ഇത്തരം ആരോപണങ്ങളുമായി എത്തിയതെന്നും A. ജോസഫ് കൂട്ടിച്ചേർത്തു. UDFന്റെ പരാജയം അവർ തുടങ്ങിയെന്ന് അവർ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ തെറ്റായ പ്രചരണവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 16 വാർഡിലെ സ്ഥാനാർത്ഥികൾ വൻപിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ഇപ്പോൾ UDFന്റെ പല സ്ഥാനാർത്ഥികളും അവരുടെ നോമിനേഷനിൽ പോലും പല കേസുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലും അതിനകത്ത് രേഖപ്പെടുത്താതാണ് കൊടുത്തത്. മോഷണ ശ്രമത്തിന് കേസെടുത്തിട്ടുള്ള സ്ഥാനാർത്ഥി UDFന്റെ ഭാഗമായിട്ടുണ്ട്. അഴിമതിക്കാരായിട്ടുള്ളവർ ഇപ്പോഴും വിജിലൻസ് കേസുകൾ നേരിടുന്ന UDFന്റെ സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിക്കുകയാണ്. അന്നേരം ഒരു തോൽവി മുന്നിൽ കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനമാണ് ഇപ്പോൾ UDF നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മല ഗ്രാമപഞ്ചായത്തിലെ തേക്കിൻകൂപ്പ് 10ാം വാർഡിൽ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥിയായ ഇടമൺ സുമേഷ് പത്രിക നൽകി. വാർഡ് ഘടകകക്ഷിക്ക് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സുമേഷ് മത്സര രംഗത്തെത്തിയത്. രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയാണ് പോരാട്ടം എന്ന് സുമേഷ് ലൈവ് വാർത്തയോട് പറഞ്ഞു. ഈ തെന്മല ഗ്രാമപഞ്ചായത്തിലെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ അവിശുദ്ധ കൂട്ടുകെട്ട്, നാട്ടിലെ ജനങ്ങൾ ഇലക്ഷൻ വരുമ്പോൾ രാഷ്ട്രീയവും അതിനുശേഷം ജയിച്ചു പോകുന്നവർ ഒത്തുകളിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ആ പ്രവണതയ്ക്കെതിരെയാണ് ഇന്ന് ഞാനിവിടെ നോമിനേഷൻ ഇന്ന് കൊടുക്കുകയുണ്ടായത്. അതോടൊപ്പം തന്നെ നാടിൻ്റെ വികസനം, ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇടമൺ 34 ഇനിയും വന്നു ചേരാനുണ്ട്. വികസന പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരുടെയും പിന്തുണ ഞാൻ തേടുകയാണ്. വരും ദിവസങ്ങളിൽ ആരൊക്കെ എനിക്ക് പിന്തുണയുമായി എത്തിച്ചേരുന്നു അവരുടെ എല്ലാം പിന്തുണ സ്വീകരിച്ചുകൊണ്ട് നാട്ടിലെ അരാഷ്ട്രീയത്തിനെതിരെ ആണ് ഞാൻ മത്സരിക്കുന്നത്.
എന്നാൽ ഇതിനിടെ തേക്കിൻകുപ്പ് വാർഡിൽ RSP സ്ഥാനാർത്ഥിയായി CPM ബ്രാഞ്ച് സെക്രട്ടറിയായി താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന വിബ്ജിയോർ വന്നതോടുകൂടി തേക്കിൻകുപ്പ് വാർഡിലെ ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. വിബ്ജിയോർ കളമാറ്റി ചവിട്ടിയത് CPMലെ തന്നെ വിഭാഗീയതയുടെ ഭാഗമാണെന്നും സൂചനയുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് A. ജോസഫാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. ഇതോടെ തേക്കിൻകുപ്പ് വാർഡ് പഞ്ചായത്ത് മുഴുവൻ ഉറ്റുനോക്കുന്ന മത്സരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ലൈവ് വാർത്ത തെന്മല. തെന്മല ഗ്രാമപഞ്ചായത്തിൽ ആകെ സമർപ്പിച്ചത് 74 പത്രികകൾ. സ്ഥാനാർത്ഥികൾ പ്രകടനമായി എത്തിയാണ് പത്രികകൾ സമർപ്പിച്ചത്. 11 മുതലാണ് പത്രികാ സമർപ്പണം ആരംഭിച്ചതെങ്കിലും വളരെ കുറച്ച് സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രിക സമർപ്പിച്ചത്. ബുധനാഴ്ച 8 മണിയോടെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളുമായി പഞ്ചായത്തിൽ എത്തിച്ചേരുകയായിരുന്നു. സ്ഥാനാർത്ഥികളോടൊപ്പം നേതാക്കളും പാർട്ടി പ്രവർത്തകരും കുടുംബങ്ങളും സുഹൃത്തുക്കളും ഒക്കെയുണ്ടായിരുന്നു. UDFും LDFും BJPയും BSPയും സ്ഥാനാർത്ഥികളോടൊപ്പം പ്രകടനമായാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പഞ്ചായത്ത് കാര്യാലയത്തിൽ എത്തിച്ചേർന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസമായതിനാൽ ബുധനാഴ്ച 59 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശം നൽകിയത്. ഇതുകൂടാതെ മൊത്തം 74 പേർ പത്രിക നൽകിയിട്ടുണ്ട്. ബുധനാഴ്ച 10 മണിയോടെ പഞ്ചായത്തിൽ വലിയ തിക്കും തിരക്കും അനുഭവപ്പെട്ടു. നാമനിർദ്ദേശം നൽകാൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മുറിയിൽ സ്ഥാനാർത്ഥിയോടൊപ്പം 3 പേർക്ക് മാത്രമേ പ്രവേശിക്കാൻ പാടുള്ളൂ എങ്കിലും പലരും ഇത് പാലിച്ചില്ല. തിരക്കുമൂലം സ്ഥാനാർത്ഥികൾക്ക് ടോക്കൺ നൽകിയാണ് സെക്രട്ടറി പത്രിക വാങ്ങിയത്. ഇതിനിടെ നാമനിർദ്ദേശ പത്രികയിലെ വിവരങ്ങൾ പൂരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റവും നടന്നു. പല സ്ഥാനാർത്ഥികളും പഞ്ചായത്തിലെത്തിയാണ് നോമിനേഷൻ ഫോം പൂരിപ്പിച്ചത്. K. ശശിധരൻ, A. ജോസഫ്, സജികുമാരി സുഗതൻ, ഗോപിനാഥപിള്ള തുടങ്ങി പഞ്ചായത്തിലെ പ്രമുഖ നേതാക്കളെല്ലാം ബുധനാഴ്ചയാണ് പത്രിക നൽകിയത്. നാമനിർദ്ദേശ പത്രികകൾ സൂക്ഷ്മ പരിശോധനയ്ക്കായി വ്യാഴാഴ്ച 11 മണിക്ക് പുനലൂരിൽ വെച്ച് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ PWD AXയുടെ പക്കൽ സ്ഥാനാർത്ഥികൾ എത്തിച്ചേരും. ലൈവ് വാർത്ത തെന്മല. തെന്മല ഗ്രാമപഞ്ചായത്തിൽ BJP 15 വാർഡുകളിൽ മത്സരിക്കുമെന്ന് BJP പുനലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ഇടമൺ റജി. ഇക്കുറി പഞ്ചായത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നും റജി പ്രതികരിച്ചു. തെന്മല പഞ്ചായത്തിലെ ആകെയുള്ള 16 വാർഡുകളിൽ 15 വാർഡുകളിൽ BJP മത്സരിക്കുമെന്ന് BJP പുനലൂർ നിയോജക മണ്ഡലം സെക്രട്ടറി ഇടമൺ റജി അറിയിച്ചു. തെന്മല പഞ്ചായത്തില് 1-ാം വാർഡ്, 9-ാം വാർഡ്, 4-ാം വാർഡ്, 1-ാം വാർഡ്, 9-ാം വാർഡ്, 3-ാം വാർഡ് ഇത് NDA ഘടകകക്ഷിയായ PC തോമസിന് കൊടുത്തുകൊണ്ട് 3 വാർഡിൽ SNDP പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്തിയിരിക്കുന്നത്. തെന്മല ആര്യങ്കാവ് പഞ്ചായത്തിൽ വളരെ ശക്തമായിട്ട് BJPയുടെ മുന്നേറ്റം ഈ ഇലക്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ NDA സഖ്യ സ്ഥാനാർത്ഥികൾക്ക് വളരെ നല്ല രീതിയിൽ ഗുണമുണ്ടാവും. കൂടാതെ ഇടമൺ ഡിവിഷനിൽ നമ്മുടെ ബ്ലോക്ക് സ്ഥാനാർത്ഥി അനിത രാധാകൃഷ്ണൻ, ഈ പഞ്ചായത്തിൽ ജനം ഒരു മാറ്റം ആഗ്രഹിച്ചിരിക്കുകയാണ്. തെന്മല ടൗൺ 3-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. ഇതുകൂടാതെ പഞ്ചായത്തിലെ 1, 2, 9 വാർഡുകളിൽ BJPയുടെ ഘടകകക്ഷിയായ PC തോമസ് വിഭാഗം മത്സരിക്കും. തെന്മല ടൗൺ വാർഡിൽ സ്ഥാനാർത്ഥിയെ നിർത്താത്തതിന് വ്യക്തമായ കാരണം BJP കേന്ദ്രങ്ങൾ പുറത്തുവിടുന്നില്ലെങ്കിലും തെന്മലയിൽ BJPയുടെ പ്രാദേശിക നേതാവുമായുള്ള അസ്വാരസ്യത്തിന്റെ പേരിലാണ് ഇതെന്നും ഇദ്ദേഹത്തെ BJPയിൽ നിന്ന് പുറത്താക്കാനുള്ള നീക്കം നടന്നുവരികയാണെന്നും സൂചനയുണ്ട്. എന്നാൽ തെന്മല പഞ്ചായത്തിലെ 10, 11, 14 വാർഡുകൾ തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളാണെന്നും BJP തെന്മല പഞ്ചായത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നും ഇടമൺ റജി പറഞ്ഞു. ഇടതു വലത് ഭരണങ്ങളിൽ പൊറുതിമുട്ടിയ ജനം BJPയോടൊപ്പം നിൽക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ ദിവസം BJPയുടെ മുഴുവൻ സ്ഥാനാർത്ഥികളും തെന്മല പഞ്ചായത്തിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ തെന്മല. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്നിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം.
മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. Phone 9947697697. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 04752221. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. സ്റ്റൈൽ ബാത്ത്. സ്റ്റൈൽ ബാത്ത്. ക്ലാസി സാനിറ്ററി വെയർസ്. From the house of luxury sanitary wares, Style Bath, Kottarakara, Ayur, Punlur. അഞ്ചൽ മേഖലയിലെ പഞ്ചായത്തുകളിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ പ്രചാരണ രംഗം സജീവമായി. പല വാർഡുകളിലും ത്രികോണ മത്സരമാണ് അരങ്ങേറുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന അവസാന ദിവസമായിരുന്ന ബുധനാഴ്ച പഞ്ചായത്ത് ഓഫീസുകളിൽ സ്ഥാനാർത്ഥികളുടെയും അണികളുടെയും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. 19 വാർഡുകളുള്ള ഏരൂർ ഗ്രാമപഞ്ചായത്തിൽ 143 നാമനിർദ്ദേശ പത്രികകളും 14 വാർഡുകളുള്ള അലൈമൺ ഗ്രാമപഞ്ചായത്തിൽ 50 നാമനിർദ്ദേശ പത്രികകളും 19 വാർഡുകൾ ഉള്ള അഞ്ചൽ ഗ്രാമപഞ്ചായത്തിൽ 122 നാമനിർദ്ദേശ പത്രികകളും 22 വാർഡുകളുള്ള ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൽ 103 നാമനിർദ്ദേശ പത്രികകളും സ്വീകരിക്കപ്പെട്ടു. പത്രികാ സമർപ്പണം പൂർത്തിയായതോടുകൂടി വാർഡുകളിൽ സ്ഥാനാർത്ഥികൾക്കു വേണ്ടി ശക്തമായ പ്രചരണമാണ് നടന്നുവരുന്നത്. സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് പൂർണ്ണമായി വ്യക്തമായി കഴിഞ്ഞുവെങ്കിലും 17-ാം തീയതി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന തീയതി കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇവരിൽ ആരൊക്കെ മത്സരരംഗത്തുണ്ടാകൂ എന്ന് വ്യക്തമാവുകയുള്ളൂ. ഇക്കുറി എല്ലാ പഞ്ചായത്തുകളിലും സ്വതന്ത്രമാരുടെ വൻ കടന്നുകയറ്റമാണ് കാണുവാൻ കഴിയുന്നത്. UDF-നെയും LDF-നെയും കൂടാതെ എല്ലാ വാർഡുകളിലും BJP-യും സ്ഥാനാർത്ഥികളെ നിർത്തിയതോടുകൂടി പല വാർഡുകളിലും ത്രികോണ മത്സരമാണ് സംജാതമാകുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വനിതാ സംവരണ വാർഡിൽ മുൻ കൌൺസിലറുടെ നാമനിർദ്ദേശ പത്രിക തള്ളി. അഷ്ടമംഗലം വാർഡിലെ കോൺഗ്രസ് കൌൺസിലറായിരുന്ന പൊടിയൻപിള്ളയുടെ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. അഷ്ടമംഗലം വാർഡിലെ കോൺഗ്രസ് കൌൺസിലറായിരുന്ന പൊടിയൻപിള്ള നൽകിയ പത്രികയാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. വനിതാ സംവരണ വാർഡായ അഷ്ടമംഗലത്ത് പത്രിക നൽകാൻ പൊടിയൻപിള്ള യോഗ്യനല്ലെന്ന കാരണത്താലാണ് പത്രിക തള്ളിയത്. പത്രിക നൽകിയപ്പോൾ അശ്രദ്ധ മൂലം വാർഡിന്റെ പേര് മാറിപ്പോയതാകാം ഇതിനു കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സൂക്ഷ്മ പരിശോധനയിൽ ബാക്കിയുള്ള 139 പത്രികകളും സ്വീകരിക്കുകയായിരുന്നു. അഷ്ടമംഗലത്തിന് സമീപത്തുള്ള കേളങ്കാവ് ജനറൽ വിഭാഗത്തിലുള്ള വാർഡാണ്. ഈ വാർഡിന്റെ പേരെഴുതേണ്ട സ്ഥാനത്ത് പൊടിയൻപിള്ള പ്രതിനിധീകരിച്ചിരുന്ന വാർഡ് എഴുതിയതാണ് പത്രിക തള്ളാൻ ഇടയാക്കിയതെന്നും കരുതപ്പെടുന്നു.
കേളങ്കാവ് വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കനകമ്മയെ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൊടിയൻപിള്ളയുടെ പത്രിക തള്ളിയത് UDFനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും പറയപ്പെടുന്നു. ലൈവ് വാർത്ത, പുനലൂർ. പത്രിക പിൻവലിക്കൽ കഴിയും മുന്നേ ഒട്ടുമിക്കയിടത്തും മത്സരക്കളം ഒരുങ്ങിക്കഴിഞ്ഞു. വിളക്കുടി പഞ്ചായത്തിലെ 9ാം വാർഡായ മഞ്ഞമൺകലയിൽ മുന്നണി സ്ഥാനാർത്ഥികളെ പിന്നിലാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പ്രചാരണം മുന്നിലെത്തിയത് ചർച്ചയാവുകയാണ്. പ്രചരണ രംഗത്തും KG വിനു ഏറെ മുന്നിലെത്തി കഴിഞ്ഞു. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ ജനറൽ വാർഡായ മഞ്ഞമൺകാലയിൽ വനിതയ്ക്ക് സീറ്റ് നൽകിയ പാർട്ടി നേതൃത്വത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് CPM പ്രവർത്തകനായ KG വിനു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടാൻ തീരുമാനിച്ചത്. ജനപ്രതിനിധി പോലുമല്ലാത്ത താൻ ജനോപകാരപ്രദമായി നാട്ടിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വാർഡിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിലാണ് വിനു. ഇവയൊക്കെ വോട്ടായി മാറുമെന്നും ഇദ്ദേഹം പ്രതീക്ഷിക്കുന്നു. വാർഡിന്റെ സമഗ്ര വികസനമാണ് ലക്ഷ്യം. ഇത് മുൻനിർത്തിയാണ് മത്സരത്തിന് ഇറങ്ങിയതെന്നും വിനു പറഞ്ഞു. ലൈവ് വാർത്ത, പുനലൂർ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. BJP SNDP കൂട്ടുകെട്ടിനെതിരെ CPM നേതാവ് PK ഗുരുദാസൻ. സംവരണത്തെ എതിർക്കുന്ന BJPയും സംവരണത്തിനായി മുറവിളി കൂട്ടുന്ന SNDPയും ഒന്നിച്ചു പോകില്ലെന്നും ഗുരുദാസൻ. തൊഴിലാളി സമരത്തിൽ കണ്ണുതുറക്കാതെ മാനേജ്മെന്റ്. RPL എസ്റ്റേറ്റ് കയ്യേറാൻ തോട്ടം തൊഴിലാളികളുടെ തീരുമാനം. ഉത്പാദനം നടത്തി വിളവെടുത്ത് തൊഴിലാളികൾ സ്വന്തമാക്കും. ശമ്പള കുടിശ്ശിക ചോദിച്ച ജീവനക്കാരോട് പ്രതിഷേധിച്ച് എഞ്ചിനീയറിംഗ് കോളേജ് പൂട്ടിയിട്ട് മാനേജ്മെന്റിന്റെ പ്രതികാര നടപടി. സംഭവം കടക്കൽ SHM കോളേജിൽ. സമരം ശക്തമാക്കുമെന്നും ജീവനക്കാർ. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ ആൻഡ് SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ് കുന്നിക്കോട്.